ഗൈസ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പിള്ളേർ മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ, കോളേജിലും സ്കൂളിലൊക്കെ ആയിട്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ ബോഡി ബിൽഡിങ് ചെയ്യാൻ താല്പര്യമുണ്ട്, സ്വന്തമൊക്കെ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, വളരെയധികം ഒരു പാട് പിടിച്ച ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ് ബോഡി ബിൽഡിങ്. നിങ്ങളുടെ ഹെൽത്ത് റിസ്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ നാച്ചുറൽ ആണെങ്കിലും എൻഹാൻസ്ഡ് കോമ്പറ്റീഷൻ ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് റിസ്കിലേക്ക് വെക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ നാച്ചുറൽ കോമ്പറ്റീഷൻ ആണെങ്കിലും എൻഹാൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും രണ്ടിലും അതിൻ്റേതായ റിസ്ക് ഫാക്ടർ ഉണ്ട്. സോ ഈ ഫീൽഡിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ച ശേഷം മാത്രം കാലെടുത്ത് വെക്കുക. കാരണം ഒന്ന്, നിങ്ങളെ ഫിനാൻഷ്യലി തകർക്കാൻ വേറൊരു സാധനത്തിൻ്റെ ആവശ്യമില്ല. രണ്ട്, നിങ്ങളുടെ കുടുംബങ്ങൾ, എന്താ പറയുക, റിലേഷൻഷിപ്പ് മോചിപ്പിക്കാൻ പറ്റിയ വേറെ സാധനം വേറെ ഇല്ല. ഇതിനേക്കാളും ബെസ്റ്റ് ഉണ്ടോയെന്നൊക്കെ തോന്നുന്നില്ല. പിന്നെ സോഷ്യൽ ലൈഫ് ഭയങ്കര കുറവായിരിക്കും. ഒരു നോർമൽ ആളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു 10% വേണമെങ്കിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാം, അത്രത്തോളം കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വൺസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന, അതായത് ഒരു ബോഡി ബിൽഡർ എന്നുള്ള ലെവലിൽ കിട്ടാൻ പോകുന്ന ഒരു അറ്റൻഷനേക്കാളും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. അത് ബെനിഫിറ്റ് വെച്ച് ഒരിക്കലും കമ്പാരിസൺ ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം ഡിഫറെൻ്റ് ആയിരിക്കും, അത്രത്തോളം വ്യത്യാസം ഉണ്ടാകും ആ ഒരു പ്രോബ്ലംസും ഗെയിൻസും തമ്മിൽ. സോ അതെപ്പോഴും മൈൻഡിൽ വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി നിങ്ങൾ എടുത്ത് പണിയാക്കാൻ പറ്റിയ വേറെ സാധനമില്ല. കാരണം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ് നിങ്ങളെ ലോണെടുത്ത് കിടപ്പാടം കിട്ടിയിട്ട് നിങ്ങൾ മസിൽ ഉണ്ടാക്കിയിട്ട് സ്റ്റേജിൽ കയറാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ അങ്ങനത്തെ സീനിലേക്ക് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക.